ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. സിബിഐ അല്ല അവസാന വാക്ക്. നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സിപിഎം. എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ തള്ളി സിപിഎം. സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. സിബിഐ അന്വേഷണം അവസാന വാക്കല്ലെന്നും സെക്രട്ടറി പറഞ്ഞു. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ കെ. മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. നവീന്റെ കുടുംബത്തോട് ഒപ്പമാണെന്ന് ആവർത്തിച്ചു പറയുമ്പോഴാണ് കുടുംബത്തിന്റെ നിലപാടിന് പാർട്ടി സെക്രട്ടറി തന്നെ പരസ്യമായി തള്ളിയത്. നവീൻ ബാബു വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇനിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചു തന്നെ മുന്നോട്ടു പോകും. കുടുംബം കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതിൽ ഇടപെടേണ്ട കാര്യമില്ല. സിബിഐ അന്വേഷണത്തെക്കുറിച്ച് പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. സിബിഐ അന്വേഷണമാണ് എല്ലാത്തിന്റെയും അവസാനം എന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇന്നലെയും അംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിച്ചിട്ടില്ല, നാളെയും അംഗീകരിക്കില്ല. സിബിഐ കൂട്ടിൽ കിടക്കുന്ന തത്തയാണെന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. എം.വി. ഗോവിന്ദൻ പറഞ്ഞു. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയവും ഭാര്യ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. നിർണായക തെളിവുകൾ ശേഖരിക്കാനല്ല, ഒളിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം SIT ശ്രമിക്കുന്നതെന്ന ആരോപണവുമുണ്ട്. മരണകാരണത്തെക്കുറിച്ച് സംശയമുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നു ഹർജിയിൽ പറയുന്നു. താനും കുടുംബാംഗങ്ങളും എത്തുന്നതിനു മുൻപ് തിടുക്കത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയത് സംശയമുണ്ടാക്കുന്നു. ഇൻക്വസ്റ്റിന് ഉറ്റബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന നിയമം ലംഘിക്കപ്പെട്ടതായും ഹർജിയിൽ പറയുന്നു. ഞാൻ തടസ്സമാകില്ല. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ ബിജെപിക്ക് തീരുമാനിക്കാം. മുംബൈ, മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച BJP തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്നും താൻ തടസ്സമാകില്ലെന്നു പ്രധാനമന്ത്രിയെ അറിയിച്ചെന്നും ശിവസേന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ. മഹാരാഷ്ട്രയിലേത് ജനങ്ങളുടെ വിജയമാണെന്നും ഷിൻഡെ പറഞ്ഞു. മഹായുതിക്ക് വലിയ വിജയം സമ്മാനിച്ച് ജനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും ഷിൻഡെ നന്ദി പറഞ്ഞു. ജനങ്ങൾ മഹായുതിക്ക് വോട്ട് ചെയ്തതിന് പ്രധാന കാരണം സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കായി ആവിഷ്കരിച്ച പദ്ധതികളാണ്. ലാഡ്കി ബഹിൻ പദ്ധതിയുൾപ്പെടെ ജനങ്ങൾ സ്വീകരിച്ചു. മുഖ്യമന്ത്രി സാധാരണക്കാരനായിരിക്കണം. ഞാനൊരു സാധാരണക്കാരനാണ്. കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. പ്രശസ്തിക്കു വേണ്ടിയല്ല, ജനങ്ങൾക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അവസാനം വരെ അത് തുടരും. ബാൽ താക്കറെയുടെ മാർഗമാണ് എല്ലായ്പ്പോഴും പിന്തുടർന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത് ഷായും പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. മഹായുതിയുടെ വിജയം ജനങ്ങൾ തന്ന വലിയ അംഗീകാരമാണ്. കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കേന്ദ്ര സഹകരണത്തോടെ സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും ഷിൻഡെ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ഇന്ത്യാ സഖ്യത്തെ കടപുഴക്കിയാണ് NDA വിജയിച്ചത്. BJPയും ശിവസേന ഷിൻഡെ പക്ഷവും NCP അജിത് പക്ഷവും ഉൾപ്പെടുന്ന മഹായുതി NDA 288-ൽ 234 സീറ്റുമായാണ് ഭരണം നിലനിർത്തിയത്. കേവല ഭൂരിപക്ഷത്തിനു വേണ്ടത് 145 സീറ്റാണ്. BJP ഒറ്റയ്ക്ക് 132 സീറ്റ് നേടി. യഥാർത്ഥ ശിവസേന തന്റേതെന്നു തെളിയിക്കുന്ന വിജയമാണ് ഏക്നാഥ് ഷിൻഡെ നേടിയത്. ഷിൻഡെ പക്ഷത്തിന് 57 സീറ്റ് ലഭിച്ചപ്പോൾ ഉദ്ധവ് പക്ഷത്തിന് ലഭിച്ചത് 20 സീറ്റുകളാണ്. 6 മാസം മുൻപത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 152 നിയമസഭാ സീറ്റിൽ മുന്നിട്ട് നിന്ന മഹാവികാസ് അഘാഡി ഇക്കുറി 1/3 സീറ്റിലേക്ക് ഒതുങ്ങുകയായിരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ആര് അധികാരത്തിലേറും എന്ന സസ്പെൻസ് നിലനിൽക്കെയാണ് BJP തീരുമാനം. എന്തായാലും അതിന് പിന്തുണയ്ക്കുമെന്ന് ഷിൻഡെ അറിയിച്ചിരിക്കുന്നത്. മികച്ച സേവനം നടത്തിയ ശേഷം പടിക്കല് കലം ഉടച്ചു. ADGPയെ അതൃപ്തി അറിയിച്ച് ദേവസ്വം ബോർഡ്. തിരുവനന്തപുരം 18-ാം പടിയിലെ പോലീസുകാരുടെ ഫോട്ടോഷൂട്ടിൽ അതൃപ്തി വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പോലീസുകാരുടെ നടപടി അനുചിതമാണെന്ന് ദേവസ്വം ബോർഡ് യോഗം വിലയിരുത്തി. ഇക്കാര്യത്തിലെ ശബരിമല ചീഫ് പോലീസ് കോഓർഡിനേറ്റർ ADGPS ശ്രീജിത്തിനെ ദേവസ്വം ബോർഡ് അതൃപ്തി അറിയിച്ചു. മികച്ച സേവനം നടത്തിയ ശേഷം പടിക്കല് കലം ഉടയ്ക്കുന്ന പ്രവൃത്തിയാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ബോർഡ് യോഗം വിലയിരുത്തി. ശബരിമലയിൽ ഏറെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പോലീസുകാരെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായതെന്നും ബോർഡ് വ്യക്തമാക്കി. ശബരിമല ഡ്യൂട്ടിക്ക് ശേഷം ആദ്യ ബാച്ചിലെ പോലീസുകാരാണ് 18-ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത്. ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ വ്യാപകമായി പ്രചരിച്ചതോടെ വിവാദമായി. ആചാര ലംഘനമുണ്ടായതായി ആരോപിച്ച് പന്തളം കൊട്ടാരവും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും വിശ്വഹിന്ദു പരിഷത്തും രംഗത്തെത്തി. തുടർന്ന് ഫോട്ടോ എടുത്ത SAP ക്യാമ്പിലെ 23 പോലീസുകാരെ കണ്ണൂർ KAP 4 ക്യാമ്പിലെ നല്ലനടപ്പ് പരിശീലനത്തിന് അയക്കാന് ADGPS ശ്രീജിത്ത് നിർദ്ദേശം നൽകി. നടപടിയെ തുടർന്ന് 23 പോലീസുകാരും ശബരിമലയിൽ നിന്ന് പരിശീലനത്തിനായി മടങ്ങി. പിണറായിക്ക് 77.74 ലക്ഷം, സതീശന് 1.42 ലക്ഷം, ഇൻഷുറൻസില്ല, ചികിത്സ ചെലവ് സർക്കാർ വക. തിരുവനന്തപുരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും സ്വന്തമായും കുടുംബാംഗങ്ങളുടെയും ചികിത്സാ ചെലവ് ഇനത്തില് കൈപ്പറ്റിയത് 1.73 കോടി രൂപ. 2021 ജൂലൈ 7 മുതൽ 2024 ഒക്ടോബർ 3 വരെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഇനത്തിൽ കൈപ്പറ്റിയ തുകയുടെ കണക്കുകളാണ് പൊതുഭരണ വകുപ്പ് അക്കൗണ്ട്സ് വിഭാഗം നൽകിയത്. ഈ കാലയളവില് മുഖ്യമന്ത്രി പിണറായി വിജയന് ചികിത്സയ്ക്കായി കൈപ്പറ്റിയത് 77,74,356 രൂപയാണ്.
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ചികിത്സാ ചെലവ് 1,42,123 രൂപയാണ്. മുൻമന്ത്രിയും സി.പി.എം സംസ്ഥാന സെക്രട്ടറിയുമായ എം.വി. ഗോവിന്ദന് 2,22,256 രൂപ കൈപ്പറ്റി. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ധനവകുപ്പ് മുഖാന്തരം പ്രത്യേക ഇൻഷുറൻസ് പദ്ധതികൾ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു. മോഷണത്തിന് തലേന്നും വളപട്ടണത്തെ വീട്ടിലെത്തി പുറത്തുനിന്നും സഹായം. അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്. കണ്ണൂര് വളപട്ടണത്ത് 1 കോടി രൂപയും 300 പവന് സ്വർണവും വജ്രാഭരണങ്ങളും കവർന്നതിന് തലേ ദിവസവും കള്ളന് ഇതേ വീട്ടിൽ കയറിയിരുന്നതായി പോലീസ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗേറ്റിനു പുറത്തുനിന്നും മോഷ്ടാക്കൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം. വീട്ടിൽ ആളില്ലാത്തത് കൃത്യമായി മനസ്സിലാക്കിയാണ് മോഷണം നടത്തിയത്. വീടിനകത്തു നിന്നും ലഭിച്ച ഉളിയും കൈവിരൽ അടയാളങ്ങളും കേസിൽ നിർണായകമാണ്. കേസ് അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അരി വ്യാപാരിയായ വളപട്ടണം മന്ന അഷ്റഫിന്റെ വീട്ടിൽ നിന്നായിരുന്നു 1 കോടി രൂപയും 300 പവനും മോഷണം പോയത്. അഷ്റഫും കുടുംബവും മധുരയിലെ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്തായിരുന്നു മോഷണം. ഈ മാസം 19-നാണ് ഇവര് വീട് പൂട്ടി മധുരയിലേക്ക് പുറപ്പെട്ടത്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മോഷണം നടന്നതെന്നാണ് സംശയം. കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷണം പോയത്. അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ല് മുറിച്ചുമാറ്റിയാണ് മോഷ്ടാക്കള് വീടിനുള്ളിൽ കടന്നത്. ജ്വല്ലറിയിൽ കയറി മാല മോഷ്ടിച്ച യുവാവ് പിടിയിൽ. കോഴിക്കോട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വർണമാല മോഷ്ടിച്ച പ്രതി പിടിയിൽ. മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശി മുഹമ്മദ് ജാബിർ 28 ആണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ പെരിന്തൽമണ്ണയിൽ വെച്ചാണ് പ്രതി മുഹമ്മദ് ജാബിറിനെ നടക്കാവ് പോലീസ് പിടികൂടിയത്. ഇന്നലെ രാവിലെ 10:45ഓടെയായിരുന്നു സംഭവം. സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തിയായിരുന്നു മോഷണം. കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് ജാബിർ 6.5 പവൻ സ്വർണമാല മോഷ്ടിച്ചത്. സ്വർണം വാങ്ങാനെന്ന വ്യാജേന ജുവലറിയിലെത്തിയായിരുന്നു മോഷണം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് ബാങ്ക് റോഡ് ഷോറൂമിലാണ് മോഷ്ടാവെത്തിയത്. 6.5 പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് യുവാവ് കവർന്നത്. വീട്ടിൽ നിന്ന് ആളെ കൂട്ടിവന്ന് വാങ്ങാമെന്ന് പറഞ്ഞ യുവാവ് ജീവനക്കാർ കാണാതെ മാല കൈക്കലാക്കി ജുവലറിയിൽ നിന്നും പുറത്തിറങ്ങി പോവുകയായിരുന്നു. നിലവിൽ ജോലിയില്ലെന്നും കടം കാരണമാണ് മോഷണം നടത്തിയതെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. സബ്സിഡി നിരക്കിൽ സോളാർ ഫെൻസിംഗ് ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷകരുടെ യോഗം 29-ന്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 2024-25 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിയിടത്തിൽ കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിന് സോളാർ ഫെൻസിംഗ് 50% സബ്സിഡി നിരക്കിൽ ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള കർഷകരുടെ യോഗം നവംബർ 29-ാം തീയതി രാവിലെ 11 മണിക്ക് കോടഞ്ചേരി കൃഷിഭവൻ ഹാളിൽ സംഘടിപ്പിക്കുന്നതാണ്. സോളാർ ഫെൻസിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകർ അന്നേ ദിവസം യോഗത്തിൽ എത്തിച്ചേരണമെന്ന് കോടഞ്ചേരി കൃഷി ഓഫീസർ അറിയിച്ചു. മാതാപിതാക്കളുമായുള്ള ദൃഢബന്ധം കുട്ടികളെ നേർവഴിയിൽ നയിക്കും. ഫിലിപ്പ് മമ്പാട്, കോടഞ്ചേരി. നെല്ലിപ്പൊയിൽ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ സ്കൂൾ ജാഗ്രത സമിതിയുടെയും വ്യക്തിത്വ വികസന ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സിവിൽ പോലീസ് ഓഫീസറുമായ ശ്രീ ഫിലിപ്പ് മമ്പാട് കുട്ടികൾക്ക് ക്ലാസുകൾ നൽകി. ലോകം ലഹരിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ അറിവും തിരിച്ചറിവും ഉള്ളവരായി മാറണം. ഗുരുവിന്റെ ശിക്ഷണം കിട്ടിയ ശിഷ്യരാണ് ഏറ്റവും മികച്ചവരായി മാറുന്നത് എന്ന് അദ്ദേഹം കുട്ടികളെ ഓർമ്മപ്പെടുത്തി. മാതാപിതാക്കളുമായുള്ള ഊഷ്മളമായ ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം അമ്മയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം ഒരിക്കലും മറക്കരുത് എന്നും കുട്ടികളെ സ്നേഹപൂർവ്വം ഉദ്ബോധിപ്പിച്ചു. കൗമാരക്കാരുടെ മനസ്സറിഞ്ഞ് ഹൃദയം കീഴടക്കിയ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുട്ടികൾ ആവേശത്തോടെ ശ്രവിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഷില്ലി സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് വിൽസൺ തറപ്പേൽ, സി സ്വപ്ന തോമസ്, സി അന്നമ്മ KT, ജോസഫ് കുര്യൻ, ആൽബിൻ ജോസഫ്, കുമാരി ജിൽന വിനോദ് എന്നിവർ സംസാരിച്ചു. ടൂറിസം വികസന സമിതിയുടെയും തുഷാരഗിരി വനയാത്രയുടെയും ഉദ്ഘാടനം ഇന്ന്. കോടഞ്ചേരി ഡ്രീം കേരളയുടെ ഭാഗമായി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തുഷാരഗിരി ടൂറിസം വികസനം സമിതി ഉദ്ഘാടനവും തുഷാരഗിരി വനയാത്ര ഉദ്ഘാടനവും നടത്തി. ഇന്ന് ഉച്ചയ്ക്ക് തുഷാരഗിരി DEPPC ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. കോടഞ്ചേരി പഞ്ചായത്തിലെ ഗ്രാമീണ ഭംഗി പകർത്തിക്കൊണ്ട് വിവിധ ടൂറിസം സ്പോട്ടുകൾ ലോകത്തെ അറിയിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഒരുപറ്റം വ്ളോഗർമാർ തുഷാരഗിരിയിൽ ഒത്തുകൂടി. ചടങ്ങിൽ വാർഡ് മെമ്പർ സിസിലി ജേക്കബ് കോട്ടുപള്ളി അധ്യക്ഷത വഹിച്ചു. കൂരോട്ടുപാറ സ്വദേശിനി ഡോണ ജോസഫ് കണിപ്പള്ളിൽ ചികിത്സാ സഹായം തേടുന്നു. കോടഞ്ചേരി കൂരോട്ടുപാറ 2 വൃക്കകളും തകരാറിലായി മുക്കം KMCT ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 3 തവണ വീതം ഡയാലിസിസ് നടത്തിവരുന്ന കൂരോട്ടുപാറ കണിപ്പള്ളിൽ വിനോദിന്റെ മകൾ ഡോണ വിനോദ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. നിത്യചെലവുകൾക്കുപോലും ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനാവശ്യമായ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചിലവ് വരും. ഈ കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായം ലഭിച്ചാൽ മാത്രമേ തുടർന്നുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. ഏവരുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുന്നു. ജോൺസൺ പുളിക്കാട്ട്, കൺവീനർ ജോസഫ് വണ്ടൻമാക്കൽ, ചെയർമാൻ ലീലാമ്മ കണ്ടത്തിൽ, വാർഡ് മെമ്പർ ട്രഷറർ
നിലവിലുള്ള റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് BPL മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴി നവംബർ 25 മുതൽ ഡിസംബർ 12 വരെ സമർപ്പിക്കാം. എല്ലാ അംഗങ്ങളുടെയും ആധാർ റേഷൻ കാർഡിൽ ലിങ്ക് ചെയ്തവരുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. താഴെ പറയുന്ന അയോഗ്യതാ മാനദണ്ഡങ്ങളുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. 1. കാർഡിലെ ഏതെങ്കിലും അംഗം എ. സർക്കാർ പൊതുമേഖല ജീവനക്കാരൻ, ബി. ആദായ നികുതിദായകൻ, സി. സർവീസ് പെൻഷനർ, ഡി. 1000+ ചതുരശ്ര അടി വീട് ഉടമ, എ. 4 അധികമോ ചക്രവാഹന സ്വയം ഓടിക്കുന്ന ഒരു ടാക്സി ഒഴിച്ച് ഉടമ, എഫ്. പ്രൊഫഷണൽസ് ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കറ്റ്, IT, നഴ്സ്, CA. 2. കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി എ. 1 ഏക്കർ സ്ഥലം, ST വിഭാഗം ഒഴികെ, ബി. 25,000 രൂപ പ്രതിമാസ വരുമാനം, NRIയുടേത് ഉൾപ്പെടെ. മേൽ അയോഗ്യതകളില്ലാത്ത കുടുംബങ്ങളിൽ താഴെ പറയുന്ന വിഭാഗങ്ങൾ മാർക്ക് അടിസ്ഥാനമില്ലാതെ മുൻഗണനയ്ക്ക് അർഹരാണ്. എ. ആശ്രയ പദ്ധതി, ബി. ആദിവാസി, സി. കാൻസർ, ഡയാലിസിസ്, അവയവമാറ്റം, HIV, വികലാംഗർ, ഓട്ടിസം, ലെപ്രസി, 100% തളർച്ച രോഗികൾ, ഡി. നിരാലംബയായ സ്ത്രീ, വിധവ, അവിവാഹിത, ഡൈവോഴ്സ്, കുടുംബനാഥ ആണെങ്കിൽ പ്രായപൂർത്തിയായ പുരുഷന്മാർ കാർഡിൽ പാടില്ല. ഇവ കഴിഞ്ഞ് മാർക്ക് അടിസ്ഥാനത്തിൽ മുൻഗണന അനുവദിക്കും. മാർക്ക് ഘടകങ്ങൾ: 1. 2009 BPL സർവേ പട്ടിക അംഗം, BPL അർഹതയുള്ളവർ 2. ഹൃദ്രോഗം 3. മുതിർന്ന പൗരന്മാർ 4. തൊഴിൽ 5. പട്ടികജാതി 6. വീട് സ്ഥലമില്ലാത്തവർ 7. വീടിന്റെ അവസ്ഥ 8. സർക്കാർ ഭവന പദ്ധതി അംഗം, ലക്ഷം വീട്, IY, ലൈഫ് തുടങ്ങിയവ ചിരിക്കുന്ന മുഖം. 9. വൈദ്യുതി, കുടിവെള്ളം, കക്കൂസ് ഇവയില്ലാത്തത്. BPL ഓൺലൈൻ അപേക്ഷ നൽകുന്നവർ താഴെ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ്. ഈ രേഖകൾക്ക് മാർക്ക് കൂടുതൽ ലഭിക്കുന്നതാണ്. 1. ആശ്രയ വിഭാഗം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം. 2. ഡയാലിസിസ് ഉൾപ്പെടെ ഗുരുതര മാരക രോഗങ്ങളുള്ളവർ ചികിത്സാ രേഖകളുടെ പകർപ്പുകൾ. 3. പട്ടിക ജാതി വർഗം തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ്. 4. ഗൃഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്. നിലവിലെ പെൻഷൻ രേഖകൾ ETC. 5. സ്വന്തമായി സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസർ നൽകുന്ന ഭൂരഹിത സർട്ടിഫിക്കറ്റ്. 6. 2009 BPL പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ BPL പട്ടികയിൽ ഉൾപ്പെടാൻ അർഹത ഉള്ളവർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം. 7. ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപത്രം. 8. റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയ വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ്. 9. റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള കെട്ടിട വിസ്തീർണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന സാക്ഷ്യപത്രം. 10. 2009 BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സാക്ഷ്യപത്രം. 11. സ്വന്തമായി വീടില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭവനരഹിത സാക്ഷ്യപത്രം. 12. ഭിന്നശേഷിയുള്ളവർ ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. അവസാന തീയതി 2024 ഡിസംബർ 12. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.